യേശുവിൽ സ്നേഹമുള്ളവരെ, കൃപാവിജസ് ധ്യാനത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ നമ്മൾ കുറച്ചു നേരം വചനത്തിലൂടെ പ്രാർത്ഥിക്കുകയും ശേഷം വചനം പങ്കുവെക്കുകയും ചെയ്യുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന 4 ദിക്കുകളെയും ഈ നിമിഷം സമർപ്പിക്കുന്നു, സംരക്ഷണനായി പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. പ്രൈസ് യു ജീസസ്. പ്രൈസ് യു ജീസസ്. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. റോമ 3:24-25 വചനത്തിലൂടെയും 1 യോഹന്നാൻ 1:7-ലൂടെയും എഫേഷ്യൻസ് 1:7-ലൂടെയും ഹെബ്രായർ 9:14-ലൂടെയും ഹെബ്രായർ 12:24-ലൂടെയും ഹെബ്രായർ 13:20-21 വചനത്തിലൂടെയും 1 പത്രോസ് 1:18-ലൂടെയും വെളിപാട് 12:11-ലൂടെയും ഈശോയെ അവിടുത്തെ രക്തത്താൽ ഈ നിമിഷം ഞങ്ങൾ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കുന്നു. ഈശോയെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. പ്രൈസ് യു ജീസസ്. പ്രൈസ് യു ജീസസ്. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ആബാ പിതാവിന്റെ പ്രകാശത്താൽ വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ പ്രകാശത്താൽ വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താൽ വലയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. അമ്മമാതാവിന്റെ പ്രകാശത്താൽ വലയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരുടെയും മാലാഖമാരുടെയും പ്രകാശത്താൽ ഞങ്ങൾ ഓരോ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. എല്ലാ വിശുദ്ധരോടും ചേർന്ന് കൊളോസസ് 2:5-ലൂടെ അവിടുത്തെ നാമത്തെയും അവിടുത്തെ ശക്തിയെയും അവിടുത്തെ കൃപകളെയും ഞങ്ങൾ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. സെയിന്റ് ബെനഡിക്ട്, സെയിന്റ് സിപ്രിയൻ, സെയിന്റ് ജോൺ പോൾ സെക്കൻഡിനോട് ചേർന്ന് സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. പ്രൈസ് യു ജീസസ്. പ്രൈസ് യു ജീസസ്. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. പ്രൈസ് യു ജീസസ്. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഫിലിപ്പിയർ 2:9-11 വചനത്തിലൂടെയും അപ്പസ്തോലന്മാരുടെ 4:12-ലൂടെയും അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഏശയ്യ 22:22, ജോബ് 12:14, വെളിപാട് 3:7, മത്തായി 8:16, സങ്കീർത്തനം 107:20-21 വചനത്തിലൂടെയും മത്തായി 16:19-ലൂടെയും യോഹന്നാൻ 20:23-ലൂടെയും പൗരോഹിത്യ ശുശ്രൂഷയുടെ എല്ലാ ആത്മീയ അധികാരത്തോടു നിന്നുകൊണ്ടും സഭയുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ടും ഈശോയെ മക്കളിലും മക്കളുടെ പ്രദേശങ്ങളും അവരുടെ ബന്ധുക്കളിലും സുഹൃത്തുക്കളിലും പ്രവർത്തിക്കുന്ന എല്ലാ തരത്തിലുള്ള അരൂപികളെ ബന്ധിക്കുവാൻ വേണ്ടി ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ അതിനായി ഈശോയെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈശോയെ വിശുദ്ധിയോടുകൂടി സമർപ്പിക്കുന്നു, അനുതാപത്തോടുകൂടി സമർപ്പിക്കുന്നു. ഈശോയെ സമർപ്പിക്കുന്നു. ഈശോയെ ഏറ്റവും എളിമയോടുകൂടി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ സമർപ്പിക്കുന്നു. എഫേസസ് 2:2, എഫേസസ് 5:6, ഏശയ്യ 30:1, നിയമാവർത്തനം 21:20, 1 സാമുവേൽ 15:23-ലൂടെ എല്ലാ വിധത്തിലുള്ള അനുസരണക്കേടിന്റെ അരൂപികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ലോകത്തെ വളരെയധികം സ്വാധീനിക്കുന്ന അരൂപികളെ, അതിന്റെ എല്ലാ തരത്തിലുള്ള പ്രകടനങ്ങൾ ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ മാധ്യമ ബന്ധങ്ങളിലൂടെ എല്ലാ തരത്തിലും സ്വാധീനിക്കുന്ന വ്യഭിചാര ദുർബോധത്തിന്റെ അരൂപികളെ ഹോസിയ 5:4, ഹോസിയ 4:12, 2 പത്രോസ് 2:14,
മത്തായി 5:28, എസെക്കിയേൽ 20:7, നാഹൂം 3:4, 1 യോഹന്നാൻ 2:15-16 വചനത്തിലൂടെയും സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. റോമ 13:13 എസെക്കിയേൽ 23:17 വിഷയാസക്തികളെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. സെഞ്ചുറീസ് ബൈൻഡിങ് സ്പിരിറ്റുകളെ, തലമുറകളുടെയും ദേശത്തിന്റെ മേലുള്ള സെഞ്ചുറീസ് ബൈൻഡിങ് സ്പിരിറ്റുകളെ എഫേഷ്യൻസ് 3:5 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. വ്യക്തികളിലോ വസ്തുക്കളിലോ പ്രദേശങ്ങളിലോ ദീർഘകാലമായി വസിക്കുന്ന രൂപികള് ബാറൂക്ക് 4:35 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശത്തിന്റെ അരൂപികള്, ടെറിട്ടോറിയൽ സ്പിരിറ്റ്സുകളെ ദാനിയേൽ 10:13 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. എല്ലാ തരത്തിലുള്ള പൂർവിക ബന്ധനങ്ങളെ, ആൻസെസ്ട്രൽ ബോണ്ടേജസിനെ സങ്കീർത്തനം 51:5 1 പത്രോസ് 1:18 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. എല്ലാ തരത്തിലുള്ള ലോകാരൂപികളെ റോമ 8:7 യാക്കോബ് 4:4 1 യോഹന്നാൻ 2:15-16 സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ജ്ഞാനം 13:7 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. എല്ലാ തരത്തിലുള്ള വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ, വിദ്വേഷത്തിന്റെ രൂപികള്, ഈശോയെ കാലങ്ങളായിട്ട് ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തികളിലൂടെ കടന്നു വരുന്ന, അവരിൽ വരുന്നതും ഞങ്ങളിൽ നിന്നും പോകുന്നതുമായ ഈ അരൂപികളെ പൂർണ്ണമായിട്ടും ഹെബ്രായർ 14-15 വചനത്തിലൂടെയും സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. അപ്പസ്തോലനോട് 8:23 സങ്കീർത്തനം 109:3 സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. യേശുനാമത്തിൽ 1 യോഹന്നാൻ 3:12-15 വചനത്തിലൂടെയും യേശുനാമത്തിൽ ഈശോയെ അവയെല്ലാം മത്തായി 15:13 പിഴുതെറിയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുനാമത്തിൽ അവിടുത്തെ രക്തത്തിന്റെ ശക്തിയാൽ ഈശോയെ എല്ലാ വെറുപ്പിന്റെ രൂപികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. എല്ലാ തരത്തിലുള്ള പൈശാചിക പ്രബോധനങ്ങളെ വെളിപാട് 2:24 1 തിമോത്തി 4:1 യേശുനാമത്തിൽ ഫിലിപ്പിയർ 2:10-11 വചനത്തിലൂടെയും യേശുനാമത്തിൽ സ്തുതിക്കുന്നു ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രദേശത്തുള്ള എല്ലാ തരത്തിലുള്ള പൈശാചിക പൂജകളെ, പൈശാചിക പ്രവർത്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന സെന്ററുകളിൽ നിന്ന് വരുന്ന രൂപികള്, ഈശോയെ സാത്താനിക സിനഗോഗുകളിൽ നിന്ന് വരുന്ന രൂപികള് വെളിപാട് 2:9 വെളിപാട് 2:13 വെളിപാട് 3:9 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഈശോയെ പലതരത്തിലുള്ള പൈശാചിക പ്രദേശങ്ങളെ, തിന്മയിലേക്ക് പായുന്ന പാദങ്ങളെ, അവയെല്ലാം അതിലൂടെ കടന്നു വരുന്ന എല്ലാ രൂപികളെയും കൂട്ടത്തോടെ സുഭാഷിതം 6:18 ഏശയ 59:7 ജെറമിയ 14:10 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. വ്യാജ അടയാളങ്ങള് ഈശോയിൽ നിന്നാണെന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള വ്യാജ അടയാളങ്ങള്, അത്ഭുതങ്ങളുടെ കടന്നു വരുന്ന അരൂപികള്, അതിലൂടെ കടന്നു വരുന്ന എല്ലാ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളെയും വെളിപാട് 16:13-14 വചനത്തിലൂടെ, മത്തായി 24:24 2 തെസ്സലോനിക്ക 2:3-5 വചനത്തിലൂടെയും, ജ്ഞാനം 14:20 ഏശയ 19:14 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. വ്യക്തികളിൽ നിന്നും, പ്രസ്ഥാനങ്ങളിൽ നിന്നും, ചില പ്രദേശങ്ങളിൽ നിന്നും, ചില സെന്ററുകളിൽ നിന്നും വരുന്ന വ്യാജ പ്രവചനങ്ങള്, വ്യാജ ദർശനം,
അതിൻ്റെതായ എല്ലാ സ്വാധീനങ്ങളെയും 2 കൊരിന്തോസ് 11:14 എസെക്കിയേൽ 13:2 അപ്പസ്തോലനോട് 16:16 ജെറമിയ 14:14 ജെറമിയ 27:9-10 വചനത്തിലൂടെയും എസെക്കിയേൽ 2:28 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആത്മീയ വളർച്ച, കൃപയിലുള്ള വളർച്ച, സാമ്പത്തിക വളർച്ച, ഉദ്യോഗ കയറ്റത്തെ തടസ്സപ്പെടുത്തുന്ന, സമാധാനത്തെ ഇല്ലായ്മ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള മന്ത്രവാദങ്ങളുടെ അരൂപികൾ, ഈശോയെ അതിന്റെ പല രൂപങ്ങള്, ഭാവങ്ങള്, അതിലൂടെ കടന്നു വരുന്ന സ്വാധീനങ്ങളെ ലേവ്യർ 20:27 ലേവ്യർ 19:31 ഏഷ്യ 8:19 നിയമാവർത്തനം 18:10-12 വരെ വചനത്തിലൂടെയും എസെക്കിയേൽ 13:20 ഏഷ്യ 34:14 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഞങ്ങളുടെ സാമൂഹിക ഇടപാടുകളിലൂടെ കടന്നു വരുന്ന വ്യർത്ഥമായ ഭാഷണത്തിന്റെ അരൂപികള്, എഫേഷ്യൻസ് 5:4, പ്രഭാഷകൻ 19:6, 2 തിമോത്തി 2:16, യാക്കോബ് 4:16 അതിന്റെ സ്വാധീനങ്ങളിലൂടെ ഞങ്ങളിലുള്ള പ്രകാശത്തെ ഇല്ലായ്മ ചെയ്യുകയും ഞങ്ങളുടെ ആത്മീയ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന അരൂപികള്, അതിൻ്റെതായ സ്വഭാവ പ്രത്യേകതകള്, സങ്കീർത്തനം 50:18 ജ്ഞാനം 4:12 1 കൊരിന്തോസ് 15:33 യൂദ 16 യൂദ 18:19 വചനത്തിലൂടെയും യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സ്വർഗീയ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന അരൂപികള്, എഫേഷ്യൻസ് 6:11-12 വചനത്തിലൂടെയും യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ബോധനപ്രിയ അരൂപികള്, ഫിലിപ്പിയ 3:19 റോമ 16:18 നിയമാവർത്തനം 21:20 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ ദുഃഖം കൊണ്ടും അതുപോലെ തന്നെ വ്യർത്ഥമായ ചിന്തകൾ കൊണ്ടും ആത്മീയ ബോധ്യങ്ങളിൽ നിന്ന് പിന്മാറുന്നത് കൊണ്ടും കടന്നു വരുന്ന എല്ലാ തരത്തിലുള്ള അന്ധകാരത്തിന്റെ അരൂപികള്, ലൂക്ക 24:16 2 കൊരിന്തോസ് 4:4 ജ്ഞാനം 2:21 റോമ 1:21 എഫേഷ്യൻസ് 4:17-18 വചനത്തിലൂടെയും യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പ്രയോജനരഹിതമായ വാദപ്രതിവാദങ്ങളിലൂടെ അസൂയയും തർക്കങ്ങളും ഉണ്ടാകുന്നതിൽ പങ്കുചേരുകയോ അത് കേൾക്കുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്ന വിധത്തിലുള്ള എല്ലാ തരത്തിലുള്ള അരൂപികള്, ഞങ്ങളുടെ ആത്മീയ വളർച്ചയെ, കൃപയിലുള്ള വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന അരൂപികള് ഈശോയെ ലൂക്ക 24:15 2 തിമോത്തി 2:14 2 തിമോത്തി 2:23 ജോബ് 15:3 1 കൊരിന്തോസ് 3:3 1 തിമോത്തി 6:4 തീത്തോസ് 3:3 1 തിമോത്തി 1:6-7 വചനത്തിലൂടെയും യാക്കോബ് 3:1 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശത്തെയും ഞങ്ങൾ കേൾക്കുന്ന പലതരത്തിലുള്ള ഹിംസ ജന്തുക്കളുടെ, വന്യമൃഗങ്ങളുടെ ക്രൗരത്തെയും സർപ്പദംശങ്ങളുടെയും കടന്നു വരുന്ന അരൂപികള്, അതിലൂടെ നഷ്ടപ്പെടുന്ന ജീവന്, അതിന്റെ പുറകെയുള്ള മൃഗ ആരാധനയുടെ പരിണത ഫലത്തിന്റെ അരൂപികളെ, ഇതിലൂടെ പലർക്കും രാവിലെ എഴുന്നേറ്റ് ദേവാലയങ്ങൾ പോലും പോകാൻ സാധിക്കാത്ത വിധത്തിലുള്ള അക്രമങ്ങളുടെ അരൂപികളെ, എസെക്കിയേൽ 5:17 ജ്ഞാനം 16:1 ജ്ഞാനം 16:5 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രദേശങ്ങളിൽ, ഞങ്ങളുടെ ബന്ധുക്കൾ, ഞങ്ങളുടെ മിത്രങ്ങൾ, ഞങ്ങളെ ഇടപെടുന്ന പല വ്യക്തികളിലും കടന്നുകൂടിയിട്ടുള്ള വർദ്ധിക്കുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അരൂപികളെ, റോമ 13:13 ലൂക്ക 23:34 ഏഷ്യ 28:7 ഏഷ്യ 5:11-12
നിയമാവർത്തനം 21:20 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു. ഹൃദയ വിചാരങ്ങളിലുള്ള അഹങ്കാര ഭാവങ്ങൾ, അറിവിന്റെ, സമ്പത്തിന്റെ, ആത്മീയ അഹങ്കാരത്തിന്റെ സ്വാധീനങ്ങൾ ഏശയ 14:13 ഒബേദ്യ 3 ലൂക്ക 1:53 യേശു നാമത്തിൽ, 1 കൊരിന്തോസ് 8:1 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു. ഈശോയെ സമർപ്പിക്കുന്നു. ഈശോയെ ഞങ്ങളെല്ലാവരെയും ദൈവസ്നേഹത്തിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റോമ 5:5 അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനം 7:7 ജ്ഞാന ചൈതന്യം ഞങ്ങൾക്ക് നൽകണം, വിശ്വാസ ചൈതന്യം നൽകണം. ഈ കൃപയിലും പ്രാർത്ഥനയിലും ദയയിലും വളരാനുള്ള സക്രിയ 12:10 അഭിഷേകത്തിന് വേണ്ടിയും ഗലാത്യ 5:22 ആത്മാവിന്റെ ഫലങ്ങൾ ഉള്ളവരാകുവാനും ജ്ഞാനത്തിന്റെ ഫലങ്ങളുള്ള യാക്കോബ് 3:17 ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. സ്തുതിക്കുന്നു. കൊളോസസ് 4:3 വചനത്തിന്റെ കവാടം ഞങ്ങൾക്കായി തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഏശയ്യ 66:2 യേശയ്യ 66:2 കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേതു തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. മർക്കോസിന്റെ സുവിശേഷം 7:15 വായിക്കാം. മർക്കോസ് 7:15 പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല. എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. ഇന്ന് നാം ധ്യാനിക്കുന്നത് ഹൃദയത്തെ ജാഗ്രതയോടുകൂടി സൂക്ഷിക്കണം എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ്. ഹൃദയത്തിന്റെ അടിസ്ഥാന സ്വഭാവം മനുഷ്യകുലത്തിനുണ്ടായ പതനത്തിന് ശേഷമുള്ളത് തിന്മയിലേക്കാണ് അതിന്റെ സ്വാഭാവിക പ്രവണത. സുഭാഷിതം 6:18 സുഭാഷിതങ്ങൾ 6:18 ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ, അസത്യം പറഞ്ഞുകൂട്ടുന്ന കള്ളസാക്ഷി, സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. ഉൽപ്പത്തി 6:5 ഉൽപ്പത്തി 6:5 ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചതു മാത്രമാണെന്നും കർത്താവ് കണ്ടു. ജെറമിയ 17:9 ജെറമിയ 17:9 ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാവിധം ദുഷിച്ചതുമാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? ഉൽപ്പത്തി 8:21b ഉൽപ്പത്തി 8:21 എന്തെന്നാൽ തുടക്കം മുതലേ അവന്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്തതുപോലെ ജീവജാലങ്ങളെല്ലാം ഇനി ഒരിക്കലും ഞാൻ നശിപ്പിക്കുകയില്ല. ഈ കാരണത്താൽ തന്നെ ഹൃദയത്തിൽ നിന്ന് വരുന്നതെല്ലാം സ്വാഭാവികമായിട്ട് നവീകരിക്കപ്പെടുന്നില്ലെങ്കിൽ തിന്മയുടെ ഫലങ്ങളാണ്. അതാണ് ഗലാത്യ 5:19 മുതൽ 21 വരെ നാം വായിക്കുന്നത്. ഗലാത്തി 5:19 മുതൽ 21 വരെ തിരുവചനങ്ങൾ. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം,
മധുരോത്സവം ഇവയും ഇദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. 1 പത്രോസ് 4:3. 1 പത്രോസ് 4:3. വിജാതിയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അഴിഞ്ഞാട്ടത്തിലും ജഡമോഹത്തിലും മദ്യപാനത്തിലും മധുരോത്സവത്തിലും നിഷിദ്ധമായ വിഗ്രഹാരാധനയിലും ഒഴുകി നിങ്ങൾ മുമ്പ് വളരെ കാലം ചെലവഴിച്ചു. മർക്കോസ് 7:20-21. മർക്കോസ് 7:20-21 തിരുവചനങ്ങൾ. അവൻ തുടർന്നു, ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. റോമ 1:29-31. റോമ 1:29-31 തിരുവചനങ്ങൾ. അവർ എല്ലാ തരത്തിലുമുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരുമായി തീർന്നു. ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരും ആയിത്തീർന്നു. ആത്മാവിൽ വെളിച്ചമില്ലാതാകുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കടന്നു വരുന്ന ഈ ലോക അവബോധങ്ങളെല്ലാം തന്നെ നമ്മെ സ്വാധീനിക്കാനുള്ള സാധ്യതകളേറെയാണ്. അതാണ് സങ്കീർത്തനം 50:18 നാം മനസ്സിലാക്കുന്നത്. സങ്കീർത്തനങ്ങൾ 50:18. കള്ളനെ കണ്ടാൽ നീ അവനോട് കൂട്ടുചേരും, വ്യഭിചാരികളോട് നീ ചങ്ങാത്തം കൂടുന്നു. 1 കൊരിന്തോസ് 15:33. 1 കൊരിന്തോസ് 15:33. അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും. ജ്ഞാനം 4:12. ജ്ഞാനം 4:12. തിന്മയുടെ വശീകരണ ശക്തിയിൽ നന്മയ്ക്ക് മങ്ങലേൽക്കുന്നു. ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക ഹൃദയത്തെ വഴിതെറ്റിക്കുന്നു. ഈ സ്വാധീനത്തെ ജാഗ്രതയുടെ കൂടെ കാണാതെ വരുമ്പോഴാണ് ആത്മാവിൽ തുടങ്ങി ജഡത്തിൽ ചെന്ന് അവസാനിക്കുന്ന അവസ്ഥയുണ്ടാകുന്നത്. ഗലാത്യ 3:3. ഗലാത്യ 3:3. ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? 2 കൊരിന്തോസ് 12:20. 2 കൊരിന്തോസ് 12:20. ഒരുപക്ഷെ ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും കാണാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കലഹവും അസൂയയും കോപവും മാത്സര്യവും അപവാദവും പരദൂഷണവും അഹന്തയും അസ്വസ്ഥതയും ആയിരിക്കുമോ കണ്ടെത്തുന്നത്? ഇതുവരെ നാം കേട്ട വചനത്തിലൂടെ ലോകത്തിന്റെ സ്വാധീനങ്ങളും ഹൃദയത്തെ ജാഗ്രതയോടുകൂടെ സംരക്ഷിക്കാതെയും ഇരുന്നാൽ വരുന്ന പരിണത ഫലങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. ആത്മാവിൽ വന്നാൽ ഉന്നതത്തിൽ വസിക്കാനുള്ള സാധ്യതയാണ് നമുക്കുള്ള ദൈവിക പ്രത്യാശ. സുഭാഷിതം 4:23. സുഭാഷിതങ്ങൾ 4:23. നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. ഈ പ്രത്യാശയിലേക്ക് വരുമ്പോൾ വാഗ്ദാനം ഉന്നതങ്ങളിൽ വസിക്കാൻ വേണ്ടിയിട്ടാണ്.
അതിനാണ് നാം ഈ വചനമെല്ലാം സ്വീകരിക്കുന്നത്. ഏശയ 33:15. യേശയ്യ 33:15. നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈകുടയുന്നവൻ, രക്തച്ചൊരിച്ചിനെ പറ്റി കേൾക്കാതിരിക്കുവാൻ ചെവി പൊത്തുന്നവൻ, തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ, അവൻ ഉന്നതങ്ങളിൽ വസിക്കും. ഈ ഉന്നതങ്ങളിൽ വസിക്കാനായിട്ടുള്ള ജാഗ്രതയുടെ 4 തലങ്ങളെ കുറിച്ച് മരുഭൂമി പിതാക്കന്മാരിൽ ഒരാളായ വിശുദ്ധനായ ഹെസക്കിയൂസ് പറയുന്ന, അതോടൊപ്പം വചനത്തിലൂടെ കാണുന്ന ചില ആത്മീയ പാതകളെ കുറിച്ചാണ് നാം ധ്യാനിക്കുകയും ജീവിക്കുകയും ചെയ്യാൻ വിളിക്കപ്പെട്ടവര്. അതിലെ ഒന്നാമത്തെ മാർഗം, ഓരോ പ്രലോഭനത്തെയും സങ്കല്പ രൂപങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്യുക. അങ്ങനെ ചെയ്ത് ജീവിക്കുമ്പോൾ ഹൃദയം വളരെ ജാഗരൂകരമായിരിക്കും. 2 കൊരിന്തോസ് 11:3. 2 കൊരിന്തോസ് 11:3. എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സാങ്കല്പിക രൂപങ്ങള് ആദ്യമേ നിവേശിപ്പിച്ച് അതിനെ പർവീദ്രീകരിച്ചാണ് പിശാച് കടന്നു പോകുന്നത്. പിന്നെ ഉത്തരവാദിത്തങ്ങളെല്ലാം മനുഷ്യന്റെയാണ്. അതിനെ സ്വീകരിക്കണമോ തള്ളിക്കളയണമോ എന്നുള്ളത്. അവിടെയാണ് ജാഗ്രതയോടുകൂടിയുള്ള യാക്കോബ് 4:7 നാം ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. യാക്കോബ് 4:7. ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. ഈ ചിന്തകളെല്ലാം ദൈവികമായിട്ട് ക്രിസ്തുവിന് കീഴ്പ്പെടുത്താൻ സാധിക്കും ക്രിസ്തുവിലായിരിക്കുമ്പോൾ. അതാണ് 2 കൊരിന്തോസ് 10:4-5 വചനത്തിൽ നാം വായിക്കുക. 2 കൊരിന്തോസ് 10:4-5 തിരുവചനങ്ങൾ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദഗ്ധ്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്തഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. ഉത്തമഗീതം 2:15. ഉത്തമഗീതം 2:15. മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ആ ചെറു കുറുക്കന്മാരെ പിടികൂടുക. നമ്മുടെ മുന്തിരിത്തോപ്പ് പൂത്തുലയുന്നു. ഈ ചെറിയ കുറുക്കന്മാർ എന്ന് പറയുന്നത് മൂലപാപങ്ങളാണ്. അതാണ് ഹൃദയത്തിലേക്ക് കടന്നു വന്ന് ആക്രമിക്കുന്നത്. അതിനെ അതിജീവിക്കുക എന്നുള്ളത് ഒരു ആത്മീയ ദൗത്യമാണ്. ഇനിയാണ് രണ്ടാമത്തെ ഒരു തലം. എല്ലാവിധ ചിന്തകളിൽ നിന്നും ഹൃദയത്തെ സ്വതന്ത്രമാക്കുകയും അഗാധമായ നിശബ്ദതയും ഏകാഗ്രതയും പ്രാർത്ഥനയും കാത്തു സൂക്ഷിക്കുക. അപ്പൊ ഇവിടെയാണ് നാം സങ്കീർത്തനം 46:10 വളരുക. സങ്കീർത്തനങ്ങൾ 46:10. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ്, ഞാൻ ഭൂമിയിൽ ഉന്നതനാണ്. ഏശയ്യ 30:15. ഏശയ്യ 30:15. അതിനാൽ ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളിച്ചെയ്തു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിങ്ങളുടെ ബലം. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കുകയില്ല. സങ്കീർത്തനം 37:7.
സങ്കീർത്തനങ്ങൾ 37:7. കർത്താവിന്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക. ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട. ഈ ഒരു സ്വസ്ഥതയും നിശബ്ദതയും ഏകാഗ്രതയും പ്രാർത്ഥനയെയും തടസ്സപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ജീവിത വ്യഗ്രതയും, രണ്ട് ബന്ധനങ്ങളും. ഇതിൽ നിന്ന് മോചിതമായാലാണ് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. ലൂക്ക 21:34. ലൂക്ക 21:34. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കുള്ളൂ. ഈ ജ്ഞാനത്തിലേക്ക് വളരുമ്പോഴാണ് ഈ അഗാധമായ ശാന്തതയിലേക്ക് വളരുക. അതാണ് പ്രഭാഷകൻ 38:24 നാം വായിക്കുക. പ്രഭാഷകൻ 38:24. പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു, വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ. അതുകൊണ്ടാണ് പലതിലും പോയി തലയിടരുത് എന്ന് പറയുന്നത്. ഇന്ന് പലരും അവരുടെ വലുപ്പം കാണിക്കുന്നത് മൾട്ടി ടാസ്കിങ്ങിൽ പറഞ്ഞിട്ടാണ്. പക്ഷെ അത് വാസ്തവത്തിൽ ജ്ഞാനത്തിന്റെ മാർഗമല്ല. പ്രഭാഷകൻ 11:10. പ്രഭാഷകൻ 11:10. മകനെ, പല കാര്യങ്ങളിൽ ഒന്നിച്ചിടപെടരുത്. കാര്യങ്ങൾ ഏറിയാൽ തെറ്റുപറ്റാൻ എളുപ്പമുണ്ട്. പലതിനു പുറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാവുകയില്ല. പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയുമില്ല. ഇനി രണ്ടാമത്തെ കാര്യമാണ് വിമോചനം ലഭിക്കുക. അപ്പോഴാണ് സുബോധത്തോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാൻ സാധിക്കുക. അതാണ് ലൂക്ക 8:35 നാം വായിക്കുക. ലൂക്ക 8:35. സംഭവിച്ച എന്തെന്നു കാണാൻ ജനങ്ങൾ പുറപ്പെട്ട് യേശുവിന്റെ അടുത്ത് വന്നു. പിശാചു ബാധയിൽ നിന്ന് വിമോചിതനായ ആ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്ന കണ്ട് അവർക്ക് ഭയമായി. ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ സുബോധം ഉണ്ടാവുകയില്ല. ദുഷ്ടന്റെ സ്വാധീനം വർദ്ധിക്കുകയും ദുഷ്ടനിൽ സമാധാനമില്ലാത്തത് ആ അസമാധാനം നമ്മളിലും കാണാൻ ഇടയാകും. ഏശയ്യ 59:8. ഏശയ്യ 59:8. സമാധാനത്തിന്റെ മാർഗം അവർക്ക് അജ്ഞാതമാണ്, അവരുടെ വഴികളിൽ നീതി അശേഷമില്ല. അവർ തങ്ങളുടെ മാർഗങ്ങൾ വക്രമാക്കി, അതിൽ ചരിക്കുന്നവർക്ക് സമാധാനം ലഭിക്കുകയില്ല. റോമ 3:17. റോമ 3:17. സമാധാനത്തിന്റെ മാർഗം അവർക്കറിഞ്ഞുകൂടാ. ഏശയ്യ 57:20-21. യേശയ്യ 57:20-21 തിരുവചനങ്ങൾ. ദുഷ്ടർ പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ്, അതിന് ശാന്തമാകാനാവില്ല. അതിലെ വെള്ളം ചെളിയും മാലിന്യങ്ങളും അടിച്ചു കയറ്റുന്നു. എന്റെ ദൈവം അരുളി ചെയ്യുന്നു, ദുഷ്ടന് സമാധാനം ലഭിക്കുകയില്ല. ഏശയ്യ 48:22. ഏശയ്യ 48:22. കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇങ്ങനെ സുബോധത്തോടെ വിമോചിതരായി വരാനുള്ള മാർഗം ഈ ജാഗ്രതയാണ്. ദൈവത്തിന്റെ രക്ഷ സൗജന്യമാണ്. പക്ഷെ ആത്മീയ പക്വതയിലേക്കുള്ള, ഉന്നതത്തിലേക്കുള്ള വാസത്തിലേക്കുള്ള ക്ഷണം വില കൊടുക്കേണ്ടതാണ്.
അതാണ് നമുക്ക് മത്തായി 11:12 മനസ്സിലാക്കാൻ സാധിക്കുക. മത്തായി 11:12. സ്നാപയോഹന്നാന്റെ നാളുകൾ മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. ലൂക്ക 16:16. ലൂക്ക 16:16. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു. ഇവിടെയാണ് രാത്രിയാമങ്ങളിലുള്ള വ്യക്തിപരമായ ജാഗരണ പ്രാർത്ഥനയുടെ ആവശ്യകതയെ നാം മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് ഉന്നതങ്ങളിൽ വസിക്കാനുള്ള ആ ഒരു ദൈവിക പ്രബോധനത്താൽ നിറയുന്ന അവസ്ഥകൾ ഉണ്ടാവുക. സങ്കീർത്തനം 16:7. സങ്കീർത്തനങ്ങൾ 16:7. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എന്റെ അംഗരംഗത്തിൽ പ്രബോധനം നിറയുന്നു. ഏശയ്യ 26:9. ഏശയ്യ 26:9. രാത്രിയിൽ എന്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു. എന്റെ ആത്മാവ് അങ്ങയെ തേടുന്നു. എന്തെന്നാൽ അങ്ങയുടെ കൽപ്പന ഭൂമിയിൽ ഭരണം നടത്തുമ്പോൾ ഭൂവാസികൾ നീതി അഭ്യസിക്കുന്നു. സങ്കീർത്തനം 119:148. സങ്കീർത്തനം 119, 148. അങ്ങയുടെ വചനത്തെ പറ്റി ധ്യാനിക്കാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഉണർന്നിരിക്കുന്നു. സങ്കീർത്തനം 63:6. സങ്കീർത്തനങ്ങൾ 63:6. രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുന്നു. എന്റെ അധരങ്ങൾ അങ്ങേക്ക് ആനന്ദഗാനം ആലപിക്കും. സങ്കീർത്തനം 77:6. സങ്കീർത്തനങ്ങൾ 77:6. രാത്രിയിൽ ഞാൻ ഗാഢചിന്തയിൽ മുഴുകുന്നു. ഞാൻ ധ്യാനിക്കുകയും എന്റെ ആത്മാവിൽ ഈ ചോദ്യം ഉയരുകയും ചെയ്തു. സങ്കീർത്തനം 119:62. സങ്കീർത്തനങ്ങൾ 119:62. അങ്ങയുടെ നീതിയുറ്റ കൽപ്പനകൾ മൂലം അങ്ങയെ സ്തുതിക്കാൻ അർദ്ധരാത്രിയിൽ ഞാൻ എഴുന്നേൽക്കുന്നു. ഈ ഒരു മാർഗമാണ് ഈശോയും വിശുദ്ധരും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ലൂക്ക 6:12. ലൂക്ക 6:12. ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. ആത്മാവിൽ വളർച്ചയില്ലാതെ ലോക വ്യാപാരങ്ങളിൽ പൂർണ്ണമായും സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രവണത നമുക്കും ചിലപ്പോഴൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതിന്റെ ഒരു സൂചനയാണ് സുഭാഷിതം 24:33 നാം വായിക്കുക. സുഭാഷിതങ്ങൾ 24:33. കുറച്ചുകൂടി ഉറങ്ങാം, തെല്ലുനേരം കൂടി മയങ്ങാം, കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടെ വിശ്രമിക്കാം. ഇതിൽ നിന്നെല്ലാം മോചിതരായി ആത്മാവിനെ ജാഗരണത്തിലേക്ക് വളർത്താനായിട്ട് രാത്രിയാമങ്ങളിൽ വ്യക്തിപരമായ ജാഗരണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളെ കുറിച്ചും കൂടി നമുക്ക് ധ്യാനിക്കാം. സങ്കീർത്തനം 16:8. സങ്കീർത്തനങ്ങൾ 16:8. കർത്താവ് എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. അവിടുന്ന് എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അപ്പസ്തോല നടപടി 2:25. അപ്പസ്തോല നടപടി 2:25. ദാവീദ് അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു: ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ദർശിച്ചിരിക്കുന്നു. ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എന്റെ വലതുവശത്തുണ്ട്. ഈ ഒരു കൃപയിൽ വളരുമ്പോഴാണ്
രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഭയപ്പെടാതെ ജീവിക്കാൻ സാധിക്കുക. അതാണ് സങ്കീർത്തനം 91 5 മുതൽ 7 വരെയുള്ള കൃപകൾ നമ്മളിൽ വളരാൻ തുടങ്ങും. സങ്കീർത്തനങ്ങൾ 91 5 മുതൽ 7 വരെ വചനങ്ങൾ. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുഭാഗത്ത് 10,000 എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ഈ ഒരു വളർച്ചയിലാണ് മനുഷ്യനെ സ്വാധീനിക്കുന്ന പലതരത്തിലുള്ള ഭയങ്ങളിൽ നിന്നുള്ള മോചനം ലഭിക്കുക. ഒപ്പം ഡെലിവറൻസ് ഗിഫ്റ്റും വിവേചന വരം വർദ്ധിക്കുന്നത്. ആത്മീയ പക്വതയ്ക്ക് വില കൊടുക്കണം. അതാണ് ജാഗരണത്തിന്റെ 2ാമത്തെ ഫലം. 3ാമത്തത് തുടർച്ചയായും താഴ്മയോടും കർത്താവായ യേശുക്രിസ്തുവിന്റെ സഹായം വിളിച്ചപേക്ഷിക്കുക. അതാണ് മരുഭൂമി പിതാക്കന്മാരെപ്പോഴും ഈ ജീസസ് പ്രയർ എന്ന് പറയുന്നത്. അവരൊറ്റ പ്രാർത്ഥന നടത്തിയിരുന്നു, കർത്താവായ യേശുക്രിസ്തുവെ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണം എന്നുള്ളത്. അത് നിരന്തരമായി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിരുന്നു. 1 തെസ്സലോനിക്ക 5:17. 1 തെസ്സലോനിക്ക 5:17. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. കൊളോസസ് 4:2. കൊളോസോസ് 4:2. കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവിൻ. എഫേസുസ് 6:18. എഫേസൂസ് 6:18. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ ശുശ്രൂഷ വളരെ താഴ്മയോടുകൂടിയാണ് ചെയ്യേണ്ടത്. ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപി എന്നുള്ള വിചാരത്താല് ദൈവത്തിന്റെ കരുണ യാചിച്ചുകൊണ്ട് ആഴമായ അനുതാപത്തിലേക്ക് സ്വയം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ വളരേണ്ടത്. മർക്കോസ് 10:48. മർക്കോസ് 10:48. നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. ലൂക്ക 18:13. ലൂക്ക 18:13. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട്, ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. സങ്കീർത്തനം 51:1. സങ്കീർത്തനങ്ങൾ 51:1. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരത്തിനൊത്ത് എന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. 4ാമത്തെ മാർഗം മരണ സ്മരണയാണ്. അതായത് മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഒരുവന്റെ മനസ്സിൽ സദാ ഉണ്ടായിരിക്കണം. നാം മരിക്കും എന്നുള്ള ആ ഒരു ആത്മീയ ധ്യാനം നമ്മളിൽ ഉണ്ടാകണം. പക്ഷെ മനുഷ്യൻ ഇന്ന് മരണത്തെക്കുറിച്ച് ധ്യാനിക്കാത്തതിന്റെ കാരണം എന്താണ്? അതാണ് പ്രഭാഷകൻ 41:1 നാം വായിക്കുക. പ്രഭാഷകൻ 41:1. മരണമേ, തന്റെ സമ്പത്തിന്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന്, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവന്, രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കുവാൻ ആരോഗ്യമുള്ളവന്, നിന്നെ പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്. പിന്നെ 2ാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മരണഭയമാണ്. ഹെബ്രായർ 2:15. ഹെബ്രായർ 2:15. അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ
തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ്. എന്നാൽ ഈ മരണം ഉണ്ടാകും. ആ മരണത്തെക്കുറിച്ചുള്ള ഒരു ധ്യാനത്തിലേക്ക് വളരണം. സങ്കീർത്തനം 90:12. സങ്കീർത്തനങ്ങൾ 90:12. ഞങ്ങളുടെ ആയുസിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. പ്രഭാഷകൻ 7:36. പ്രഭാഷകൻ 7:36. ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്തത്തെ പറ്റി ഓർക്കണം, എന്നാൽ നീ പാപം ചെയ്യുകയില്ല. പ്രഭാഷകൻ 41:3. പ്രഭാഷകൻ 41:3. മരണവിധിയെ ഭയപ്പെടേണ്ട, നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക. മധ്യവർഗത്തിനുള്ള കർത്താവിന്റെ തീർപ്പാണിത്. പ്രഭാഷകൻ 41:10. പ്രഭാഷകൻ 41:10. പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു. നമ്മുടെ വിശ്വാസം അതെന്താണ്? 1 കൊറിന്തോസ് 15:26. 1 കൊറിന്തോസ് 15:26. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇനി മരണ സ്മരണ നമ്മെ വിശ്വസിപ്പിക്കുന്ന ഈ ലോകത്തിൽ നാം വെറും അതിഥികളും തീർത്ഥാടകരുമാണെന്ന് എന്നാണ്. ഈ ഒരു ബോധ്യമാണ് നമുക്ക് ലഭിക്കുക. ഹെബ്രായർ 13:14. ഹെബ്രായർ 13:14. എന്തെന്നാൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, വരാനുള്ള നഗരത്തെയാണല്ലോ നാം അന്വേഷിക്കുന്നത്. 2 കൊറിന്തോസ് 5:1. 2 കൊറിന്തോസ് 5:1. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. യോഹന്നാൻ 14:2. യോഹന്നാൻ 14:2. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. 1 പത്രോസ് 2:11. 1 പത്രോസ് 2:11. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതകളിൽ നിന്ന് പരദേശികളും വിപ്രവാസികളും എന്ന നിലയിൽ ഒഴിഞ്ഞു നിൽക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. സങ്കീർത്തനം 119:19. സങ്കീർത്തനങ്ങൾ 119:19. ഭൂമിയിൽ ഞാനൊരു പരദേശിയാണ്, അങ്ങയുടെ കൽപ്പനകളെ എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുതേ. ഫിലിപ്പിയ 3:20. ഫിലിപ്പി 3:20. ഭൗമികമായതു മാത്രം അവർ ചിന്തിക്കുന്നു, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്നൊരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. ഹെബ്രായർ 11:13. ഹെബ്രായർ 11:13. ഇവരെല്ലാം വിശ്വാസത്തോടെയാണ് മരിച്ചത്. അവർ വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല, എങ്കിലും ദൂരെ നിന്ന് അവയെ കണ്ട് അഭിവാദനം ചെയ്യുകയും തങ്ങൾ ഭൂമിയിൽ അന്യരും പരദേശികളുമാണെന്ന് ഏറ്റുപറയുകയും ചെയ്തു.
ഇങ്ങനെ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ലോകത്തിലെ സ്ഥാനമാനങ്ങളും സമ്പത്തും താൽക്കാലികമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടുമില്ല എന്നും ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നുള്ള ബോധ്യം ഈ ധ്യാനത്തിലൂടെ നമുക്ക് കിട്ടും. 1 തിമോത്തി 6:7. 1 തിമോത്തി 6:7. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല. ഇങ്ങനെയുള്ള ഒരു ജാഗ്രത ജീവിതത്തിന്റെ ഫലം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും എന്നുള്ളതാണ്. 1 തിമോത്തി 6:6. 1 തിമോത്തി 6:6. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. ഹെബ്രായർ 13:5. ഹെബ്രായർ 13:5. നിങ്ങളുടെ ജീവിതം ദിവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രഭാഷകൻ 29:23. പ്രഭാഷകൻ 29:23. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. ദാക്ഷിണ്യം അനുഭവിക്കുന്നവനെ ദുഷ്കീർത്തി വരരുത്. പ്രൈസ് ദ ലോർഡ്. Praise the Lord.